സാറേ ഇപ്പോൾ നമ്മൾ ഒരു പാട്ടിൻ്റെ റിഹേഴ്സലാണ്. ഇപ്പോൾ നമ്മൾ സിനിമയുടെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ ഒരു ഉത്സവപ്പറമ്പിൽ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അവിടെ ഒരു വലിയ ഗാനമേള സാറിൻ്റെ ഒരു പാട്ട് അതായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രൂസ് പറയുന്നത് ഈ ഗാനമേള റിഹേഴ്സൽ ഷൂട്ട് ചെയ്യും, പിന്നെ അവസാനം സ്റ്റേജും ഷൂട്ട് ചെയ്യും, ലൈവ് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ഡോക്യുമെന്ററി ഫിക്ഷൻ, ഫിക്ഷൻ പോലെ വരും അല്ലേ? ഫീച്ചർ ഫിലിം ആയിട്ടൊന്നും ഇത് തോന്നൂല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ കുറച്ചൊരു ഡോക്യുമെന്ററി സ്റ്റൈൽ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹ്യൂമർ വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാട്ടിന്റെയൊക്കെ ലൈവ്ലി ആയിട്ടുള്ള ഡിസ്കഷൻ, നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇതിനകത്ത് കേൾക്കണം, എങ്കിലേ നന്നാവും കേട്ടോ. മാക്സിമം ഹ്യൂമർ വരണം, അല്ലാതെ സീരിയസ് ആയിട്ട് ഒരു മെലഡി പാടാൻ വേണ്ടി മാത്രം ഞാൻ ഒരു വലിയ ഗായകനൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിലെ ഹാസ്യം എങ്ങനെ കൊണ്ടുപോകാം. സാറിന്റെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഓക്കെ. എന്നെ അങ്ങനെ പൊക്കണ്ട, ഞാൻ പൊങ്ങൂല, അത് വേണ്ട. അപ്പൊ നമുക്ക് കുറച്ച് നർമ്മം കലർന്ന പാട്ടുകൾ, അതിന്റെ ഡിസ്കഷൻ, അതിന്റെ ലൈഫുമായിട്ടുള്ള ബന്ധം, അത് നമുക്ക് തുടരാം. കത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. നട്ടു നനച്ചു വളർത്തിയ പുച്ചടി മുട്ടനാടത്തി തിന്നും, മുട്ടനാടത്തി തിന്നും. കൂട്ടിനുള്ളിലെ കോഴി കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും, അയ്യ കാട്ടുകുറുക്കൻ കക്കും. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോകും. ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കവി? അതാണ് രസകരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു ബേസ്. കവി ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, പക്ഷെ ഡിക്രൂസ് സാറിന് ഈ പാട്ട് കൊണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി. അപ്പൊ ഏതെങ്കിലും പ്രേമം ഉണ്ടെന്നാണോ? ചുമ്മാ സാർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അത് ചുമ്മാ കല്യാണം കഴിക്കാത്തതിന്റെ റീസൺ ആണ് പറഞ്ഞത്. പിന്നെ അതൊന്നല്ലേ നമ്മക്കറിയില്ല, എന്തായാലും അവന് പെണ്ണിട്ടില്ല എന്നല്ലേ നമുക്കറിയാം. എനിക്ക് ഒരു കാര്യം അറിയാം, അങ്ങോട്ട് ഒരുപാടുണ്ടെന്നറിയാം, ഇങ്ങോട്ട് ഉള്ളതായിട്ട് എനിക്കൊരു. അപ്പൊ ഇവിടെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകുന്ന പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലുള്ള പ്രയോഗമാണ്. അപ്പൊ നമ്മുടെ പ്രേമം മാത്രമല്ല, ജീവിതത്തില് പലതും കാത്തു സൂക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നോട്ടം തെറ്റിയാൽ ഏത് സമയവും നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? അല്ല സാറേ, അതിപ്പോ എന്താണെന്നറിയോ, അന്നത്തെ കാലത്ത് കാത്തു സൂക്ഷിച്ചാൽ നമ്മള് കസ്തൂരി മാമ്പഴം കാക്കച്ച് കൊത്തി പോകുന്നതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ. പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല, ഒരു മിസ് കോൾ വന്നാൽ മതി, അങ്ങോട്ട് പോകും. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെങ്കിലും പോയി കഴിഞ്ഞിരുന്നാലും ഈ പാട്ടൊന്നും അല്ല പാടുന്നത്. അവള് വേണ്ട, ഇവള് വേണ്ട, അവള് പോട്ട. അതാണ്, അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ് അല്ലേ? പണ്ടാണെങ്കിൽ മധുരം നുള്ളി തരൂ നിന്നരുമപ്പോ പാടിയിൽ നീ തേടുവതാരെ ആരെ മാനസമൈ നീ വരൂ. അവിടെയാണ് ഇവിടെ അവള് വേണ്ട, ഇവള് വേണ്ട, അവള് പോട്ട. എന്തൊരു ഫീലിംഗ് സാർ അല്ലേ പാട്ട്? ആ പാട്ടിന് ഫീലിംഗ് ഉണ്ട്. ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചുള്ള അവള് വേണ്ട, അതിനും ഫീലിംഗ് ഉണ്ട്. അപ്പൊ കാലത്തിന്റെ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുക. അവള് വേണ്ട മോശമാണെന്ന് അഭിപ്രായം ഉണ്ടോ ഡിക്രൂസിന്? അതും കൊള്ളാം, പക്ഷേ അത് വേറെ രസം. പഴയ പാട്ടുകൾ മാത്രമാണ് നല്ലത്, പുതിയതെല്ലാം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. പണ്ടാണെങ്കിൽ താരാട്ട് പാട്ടുകൾ പാടുമ്പോൾ മനോഹരമായിട്ടുള്ള താരാട്ട് പാട്ടുകൾ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ താരാട്ട് പാട്ടുണ്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. പിന്നെ അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള പാട്ടാണെങ്കിൽ അതിൽ കോമഡി ആയിട്ട് പറയാണ്, ആരെയും കളിയാക്കുകയല്ല. വെയിൽ ചില്ല പൂത്തും നാളിൽ, ഭയങ്കര ഒരു താരാട്ടിന്റെ ഒരു ഫീല് വേറെ. വെയിൽ ചില്ല പൂക്കും കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാവിൽ. സത്യം പറഞ്ഞ ഈ പാട്ട് കേൾക്കാൻ നമുക്ക് ശ്വാസം മുട്ടും. ആ കൊച്ചു തൊള്ള ഇങ്ങനെ കരയുമ്പോഴുള്ള പാട്ടായിരിക്കും. കളിയാക്കല്ലേ കേട്ടോ, അങ്ങനെ കൊടുക്കരുത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ മാറ്റി കൊടുത്തേക്കണം. എങ്കിൽ ഇത് കട്ട് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കട്ട് ചെയ്തേക്കണം ഷബീറെ. കളിയാക്കിയതല്ല, ആരെയും കളിയാക്കി തോന്നാൻ പാടില്ല. അല്ല, നമ്മൾ പറയുമ്പോ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർക്കൊക്കെ വിഷമം തോന്നുന്ന ഒരു കാര്യം വരാൻ പാടില്ല. വിഷമം അങ്ങനെ വരുമല്ലോ.
വരുമോ? ഇല്ല, ഒരിക്കലും വരത്തില്ല. വരികയാണെങ്കിൽ അവർക്കൊരു ബൂസ്റ്റപ്പ് ആവത്തല്ലേ ഉള്ളത്. ബൂസ്റ്റപ്പ് ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ രണ്ട് അന്നത്തെ രാരീരം ഇന്നത്തെ രാരീരം, അന്നത്തെ വേറൊരു തരം മെലഡി. സാറേ അതുപോലെ തന്നെ ഒരു പാട്ടുണ്ട്, മലർ കൊടി പോലെ. അത് സത്യം, അത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു ഇതാണ്. സലീൽ ദായുടെ പാട്ടല്ലേ? അതെ, അത് പാടും. മലർ കൊടി പോലെ കൊടി പോലെ മയങ്ങൂ എൻ്റെ മടിമേലേ, മയങ്ങൂ എൻ തൻ മടിമേലേ. സത്യം പറഞ്ഞാൽ ഈ പാട്ടൊക്കെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ കേട്ടാൽ പോലും ഉറങ്ങും, ഇല്ലടേ? അതെ അതെ, ഈ മൊയ്തീനൊക്കെ കറക്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് അടുത്ത് വന്നിരിക്കുമ്പോ ഈ പാട്ട് പാടാറുണ്ട്, മയങ്ങൂ മടിമേലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെന്നല്ല, നമുക്ക് പഴയ പാട്ടിനോട് അതിൻ്റെ ഒരു സ്നേഹം എപ്പോഴും ഒന്നും ഉണ്ട് നമുക്ക്. സാറേ നമ്മളെ ഉപ്പുമൊക്കെ ഉണ്ടല്ലോ, ഈ പഴയ പാട്ടിനോട് ഭയങ്കര സ്നേഹമാണ്. ആ ഓരോ ഇപ്പോഴും സമയത്തും പാടി നടക്കും പഴയ പാട്ടുകൾ. എന്ത് രസമുള്ള പാട്ടുകളല്ലേ. മൊയ്തീൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. രക്ഷപ്പെട്ടല്ലേ പോയി തന്നെ, സാറിന്റെ പാട്ടാണ് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും. അതിനകത്ത് ഒരു ഹ്യൂമർ മാത്രമല്ല, അതിനകത്തൊരു ഒരു വലിയ ജീവിത സത്യമുണ്ട്. കൽബിലൊരൊപ്പന പാട്ടുണ്ടേ, കയ്യിൽ മുന്തിരി ചാറുണ്ടേ, ഇസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവു വെച്ചോരേ, പുത്തൻ തലപ്പാവു വെച്ചോരേ, സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. കൽബിലൊരൊപ്പന പാട്ടുണ്ടേ, കയ്യിൽ മുന്തിരി ചാറുണ്ടേ, ഇസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാനെ മറന്നിട്ട് തലപ്പാവു വെച്ചോരേ, സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പടച്ചോൻ കാണൂല, നമ്മുടെ പടച്ചോൻ കാണൂല. സാറേ ഇത് നാരായണ സിനിമയിലെ പാട്ടല്ലേ? ഇത് നാരായൺ ഞാൻ തന്നെയാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്. പാടിയത് MG ശ്രീകുമാർ, സീനില് ഞാനാണ് പാടിയിരിക്കുന്നത്. നാരായൺ. എന്ത് നല്ല അർത്ഥമുള്ള വരികളാണ് ഇതിന്റെയൊക്കെ. വരിയല്ല, വരി. അതന്നെ സക്കാത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. അപ്പം നമ്മളിതിപ്പോൾ വളരെ സീരിയസ് ആയി പോകുന്നു. അതിൽ കാര്യമില്ല, കുറച്ച് തമാശയുടെ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ തമാശകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പൂമുഖവാതുക്കൽ. അത് ശരിയാ, പൂമുഖം. ഭാര്യ ഭർത്താവ് ബന്ധം എന്നുള്ള പാട്ട് വരുമ്പോൾ ആ പാട്ട് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ പ്രായോഗികമാണോ, പ്രാക്ടിക്കൽ ആണോ എന്നാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാറേ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഈ വാട്സപ്പിലൊക്കെ വരുന്നത് എന്താ വെച്ചാല്, മൂപ്പരത്ത് കല്യാണത്തിന് മുന്നേ എഴുതിയ പാട്ടാണ്. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് എഴുതൂല. ഈ കല്യാണം കഴിച്ചവർക്ക് ഇങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കഴിക്കുന്നത് നമുക്ക് പേടിയാവും ഇതൊക്കെ കേൾക്കുമ്പോൾ. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ പാട്ട് കേട്ടിട്ടാവാം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ വന്ന് ഭർത്താവ് ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഇങ്ങനെ വാതിൽ തുറന്ന് സ്നേഹം വിടർത്തുന്ന ഒരു പൂന്തിങ്കൾ. അത് ശരിയല്ലേ? അത് എതിർപ്പാണ് മൊയ്തീൻ പറയുന്നത്. എന്തായാലും അത് അങ്ങനെയൊക്കെ ജീവിതത്തിലായാൽ പിന്നെ അവൻ ഭാഗ്യവാനാ. അമ്മാതിരി ഭാഗ്യവാൻ ഈ ഭൂമിയിൽ ഉണ്ടാവും. ഭൂമുഖവാതിൽ തുറക്കുമ്പോൾ എന്തുകൊണ്ടാണ് മോത കണ്ടാൽ അത് എന്താ പോന്നെ. നമ്മള് ഭാര്യനെ കുറ്റം പറഞ്ഞല്ല ഇത്. സംഭവം എന്താന്ന് വെച്ചാൽ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഇപ്പൊ നിങ്ങളെ കൂടെയൊക്കെ ഇവിടെ അല്ലേ 10-20 ദിവസം ഒരു മാസത്തിൽ ഇവിടെയാണ് ഉണ്ടാവുക. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലാണ്ട് ചെല്ലുന്ന സമയത്ത് ഓള് പൂമുഖം പടർത്തി നിൽക്കുന്നില്ല ചെയ്യുക. ഓള് കുറേ പരാതിയായിട്ട് ഒരു പേപ്പറാണ്ട് നിർത്തി നിൽക്കുക ചെയ്യുക. അരി വേണം, പഞ്ചസാര വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് കാണുമ്പം പിന്നെ എവിടെയാ സാറേ പൂമുഖം പടർത്തുള്ള സമയം. ഇതിനെ ആ അരിയില്ല മുളകില്ല എന്ന പരിഭവത്തിനിടയിൽ സ്നേഹമുണ്ട്. അത് ശരിയാ, ഇല്ലേ? അതുകൊണ്ട് ഈ വാതിൽ തുറക്കുമ്പോ പരിഭവത്തിന്റെ കെട്ടഴിക്കാൻ ഭർത്താവല്ലാതെ വേറൊരാളില്ല. സംഭവം ശരിയാണ്. അപ്പൊ പിന്നെ അതല്ലേ കാതലിന് എന്ത് പറയുന്നു? സത്യം 100% എന്റെ ഭാര്യ പൂമുഖവാതുക്കൾ സ്നേഹം എടുക്കുന്ന പൂന്തകൾ തന്നെയാണ്. ഈ ചേട്ടൻ എപ്പോ ഭാര്യയുടെ കാര്യം തുടങ്ങുമ്പോ മുതല് ഈ സപ്പോർട്ട് ചെയ്തിട്ടാ സംസാരിക്കും. ഇടിയുള്ളൂ, അത് തന്നെ കാര്യം. ആയിക്കോട്ടെ. അടുത്ത വരിയെ കുറിച്ച് എന്താണ് കാതലിന് പറയാനുള്ളത് നോക്കാം. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ
ഭാര്യയാണ് എപ്പോഴും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. ക്ഷമയുടെ കാര്യത്തിൽ ഭാര്യമാരെങ്ങനെയാണ്? കാതറിന്റെ കാര്യത്തിൽ അത് തന്നെ, ഭൂമിയെക്കാളും ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ളവളായിരിക്കണം ഭാര്യ. ഭാര്യ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. അത് ചേട്ടന്റെ ഭാര്യ തന്നെ, എന്റെ ഭാര്യ എന്തെങ്കിലും ക്ഷമയും സഹിക്കാനും എന്റെ കാര്യം പറഞ്ഞോട്ടെ, പേഴ്സണലായിട്ട് കാതൽ എഴുതിക്കോളൂ. എന്റെ ഭാര്യ ക്ഷമയുടെ പ്രതീകമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അവൾ ഇടയ്ക്ക് ക്ഷോഭിക്കാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ചു പോകും. ഇപ്പോൾ ചൂടാകേണ്ട സമയത്ത് ചൂടായിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാനും ചൂടായിട്ടുണ്ട്. അല്ല, എനിക്കറിയാം മൊയ്തീന്റെ ഭാര്യമാരെ കുറിച്ചുള്ള അഭിപ്രായം. നമ്മൾ ഭാര്യമാരെ കുറിച്ച് ഒറ്റ ചോദിക്കാൻ നമ്മളിപ്പോ കാര്യം പറഞ്ഞതാ. ഇപ്പൊ ഈ അടുത്ത് തന്നെ വലിയൊരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞാല്, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണല്ലോ, വീട്ടിലേ പോയില്ലോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാത്രി വാട്സപ്പിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഇക്ക അങ്ങനെയാണ്, പാൽക്കാരന് പൈസ കൊടുക്കാനുണ്ട്, മീൻകാരന് പൈസ കൊടുക്കാനുണ്ട്, റേഷൻ കടക്കാരന് പൈസ കൊടുക്കാനുണ്ട്, നിങ്ങൾ കുറച്ച് പൈസ ഇവിടുന്ന് അയക്കണമെന്ന്. നമ്മൾ നല്ല ഓളെ സോപ്പിടാൻ വേണ്ടി നമ്മൾ എൻ്റെ പുന്നാരം മുത്തേ എനിക്ക് ഒരു 100 ഉമ്മ എന്നാണ്ട് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞ് അതേതായാലും നന്നായി ഇക്ക, കറക്റ്റ് സമയത്താണ് നിങ്ങൾ അയച്ചത്. നിങ്ങൾ നാളെ ഞാനൊരു കാര്യം ചെയ്യാം, പാൽക്കാരനൊരു 10 ഉമ്മ കൊടുക്കുക, പിന്നെ റേഷൻ കടക്കാരനും കൊടുക്കുക ഒരു 20 ഉമ്മ, മീൻകാരനും കൊടുക്കുക ഒരു 50 ഉമ്മ, അയാൾക്ക് കുറേ പൈസ കൊടുക്കാണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത പ്രാവശ്യം അയക്കുമ്പോൾ കുറച്ചും കൂടി ഉമ്മ അധികം അയക്കേണ്ടി, 2 അണ്ണാച്ചിമാരും കൂടി വരാണ്ട് അടുത്ത മാസം. അതാണ് എൻ്റെ പെണ്ണുങ്ങൾ ആഗ്രഹം. അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ, അല്ല കാര്യം നാണക്കേടാണ്. അണ്ണാച്ചിയായിട്ട് അവിടെ ഇൻസ്റ്റാൾമെന്റ് ക്രൂസ് എത്തും. ഞാൻ ടൈപ്പ് ഒന്നും അല്ല, ചുമ്മാ ആവശ്യമില്ല സംസാരിക്കട്ടാ ഫാദറെ. അങ്ങനെ നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ അങ്ങനെ ഞാൻ പോകും. പറഞ്ഞാൽ തെറ്റില്ലല്ലോ. അല്ല, ഇനി ഭാര്യമാരുടെ ഭാര്യയുടെ ഡിസ്കഷൻ കഴിഞ്ഞു. മൊയ്തീൻ സോറി, ഭാര്യയുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഭാര്യയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ടോപ്പിക് ഒന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ഈ സിനിമയിലെ ഹ്യൂമർ നന്നായിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം പറയാൻ പാടില്ല, അത് പുലിവാലാകും. അത് എനിക്ക് നേതാക്കളുടെ പേരൊന്നും വേണ്ട, രാഷ്ട്രീയവും വേണ്ട കേട്ടോ. രാഷ്ട്രീയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് അടൂർ ഭാസി സാറ് സ്ഥാനാർത്ഥി സാറാമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടുകളാണ്. മനോഹരമായ ലിറിക്സ് പാടിയതും ഭാസി സാറാണ്. ഒരു ഇന്നത്തെ ചിഹ്നം വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഗംഭീരമാണ്. ഞാൻ പറഞ്ഞുതരാം. കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല, കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല, ഓട്ടില്ല 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 കടുവ പെട്ടിക്കോട്ടില്ല. നല്ല രസമല്ലേ? സാറേ നമുക്ക് റീമിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? റീമിക്സ് ചെയ്യാം. ഇത് പക്ഷേ ഇത് നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോടാ ഈ പാട്ട്. റീമിക്സ് ചെയ്യാൻ വേറെ നല്ല പാട്ടുണ്ട് വേറെയും. അല്ല ഈ ഇലക്ഷൻ്റെ നല്ല പാട്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് റീമിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിക്രൂസ് പറഞ്ഞ പോലെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ബോട്ടിൽ കടുവ പെട്ടിക്കോട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഫോർ ദ പാർട്ടി യു ലൈക്ക്, what for the party you wish, what for the party you like, what for the party you like, what for the party you wish, what for the party you like. ഓട്ടില്ല 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 കടുവ പെട്ടിക്കോട്ടില്ല, കുരുവി പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കോട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കുറിച്ച് ഹാസി സാർ പാടിയിരിക്കുന്നത് ഞാൻ ഒന്ന് പാടാം. തൊട്ടുംകര വിമാനമിറക്കാൻ താവളമുണ്ടാക്കും, താവളമുണ്ടാക്കും. തൊട്ടുംകര വിമാനമിറക്കാൻ താവളമുണ്ടാക്കും. പണക്കാർക്ക് മരുഭൂമി, കൃഷിക്കാർക്ക് കൃഷിഭൂമി, NGO-മാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനങ്ങളാണ് ഏറ്റവും നല്ല രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കാരണം തൊട്ടിങ്കര എന്ന് പറഞ്ഞാൽ അവിടെ വിമാനത്താവളം ഉണ്ടാക്കും. രാഷ്ട്രീയ നേതാക്കളെല്ലാം എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അങ്ങ് നിരത്തും. ഇവിടെ വിമാനത്താവളം കൊണ്ടുവരും, നിങ്ങളുടെ നാട്ടിൽ ഈ നാട്ടിൽ ഞാൻ വിമാനത്താവളം കൊണ്ടുവന്നിരിക്കും. പാവപ്പെട്ടവന് എല്ലാവർക്കും കൃഷിഭൂമി, കൃഷിഭൂമി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കയ്യേറ്റത്തിൻ്റെയൊക്കെ കാര്യമായിരിക്കും. ആ രാഷ്ട്രീയം ഒന്നും വേണ്ട, കുഴപ്പമില്ല, രാഷ്ട്രീയം പറയണ്ട. സാറേ, ഈ രാഷ്ട്രീയത്തിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പിന് നമ്മുടെ മൊയ്തീനും മത്സരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ ബാലറ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, അന്ന്. അതെ, അത് നാട്ടുകാരൊക്കെ പാടെ നമ്മളെ നിർബന്ധിച്ചേ, നിങ്ങൾ നിൽക്കേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവർ നിർബന്ധക്കാരൻ നിന്നാണ്. നിന്ന് ഈ ബാലറ്റ് പേപ്പറിലാണല്ലോ അന്നൊക്കെ
നമ്മളൊരൊറ്റ ബോട്ടിനാ തോറ്റ് ഒരൊറ്റ ബോട്ടിന് നമ്മളെ ഉപ്പ കാരണം ഞങ്ങൾ മനസ്സിലാക്കണം ഒരേ ഒരു ബോട്ടിന് ഒറ്റ വോട്ട് അത് സംഭവം എന്താണെന്നറിയോ? മൊയ്തീന്റെ ഉപ്പ വേറെ പാർട്ടിക്കാരനാണ്, മൊയ്തീൻ വേറെ പാർട്ടിയാണ്. അപ്പൊ ഉപ്പ അടുത്ത് എന്നും പറയും വേറെ പാർട്ടിയാന്ന് പറയും, എനിക്ക് തന്നെ വോട്ട് തരണം, എനിക്ക് തന്നെ വോട്ട് തരണം. ഉപ്പ പറയാം നോക്കട്ടെ തരാന്നൊക്കെ പറഞ്ഞാൽ മൊയ്തീൻ അത്ര വിശ്വാസമില്ല. അങ്ങനെ സംഭവം വോട്ടെണ്ണലൊക്കെ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മൊയ്തീൻ ഒറ്റ വോട്ടിന് തോറ്റെന്നുള്ള വിവരം അറിഞ്ഞു. അപ്പോൾ മൊയ്തീൻ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാടി കയറി ഉപ്പ എനിക്ക് ഇട്ട് കാണത്തില്ല, ആ ഒരൊറ്റ വോട്ടും കൊണ്ടായിരുന്നു ഞാൻ ജയിച്ചാൽ. ഉപ്പ എനിക്ക് ഇട്ട്. ഉപ്പ പറഞ്ഞു മോനെ ഞാനാ ഇട്ടടാ മോനെ, ഞാൻ ഇട്ടു. ഇല്ല ഉപ്പ ഇട്ട് കാണത്തില്ല. അവസാനം സഹിയായിട്ട് ഉപ്പ പറഞ്ഞ് നീ ഇത് പറയുന്നത് നമുക്കറിയാം ഞാൻ ഇട്ടത്തില്ലെന്ന്. അത് തെളിയിക്കാൻ വേണ്ടി അന്ന് നിന്റെ ചിഹ്നത്തിൻ്റെ അടുത്ത് ബാലറ്റ് പേപ്പർ കുത്തിയിട്ട് നിന്നെ കാണിക്കാൻ വേണ്ടി ആ പെട്ടിയിലിടാതെ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അലമാരിയിൽ നിന്ന് ആ ബാലറ്റ് പേപ്പർ വോട്ട് കുത്തിയെടുത്ത് കൈ കൊണ്ട് കൊടുത്തു. ആ ഒറ്റ വോട്ടിനകത്ത് മനസ്സിലാക്കണം ഇവന് വിശ്വസിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടോ അവിടെ? ബാപ്പ ഇപ്പോഴും വീട്ടിലുണ്ടോ? പിന്നെ തുള്ളി പച്ചളം കൊടുത്തില്ലേ അത് മനസ്സിലാക്കണം.